നമസ്തേ. നമസ്തേ. നീറ്റ് എക്സാം അല്പം ചെവി ഓർത്താൽ നമുക്ക് ഹൃദയസ്പന്ദനങ്ങൾ ഒത്തിരി നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. വർഷങ്ങളിലൂടെയുള്ള നമ്മുടെ കുട്ടികളുടെ കഠിന പ്രയത്നം, എക്സാം ഹാളിൽ അവർ സമാധാനത്തോടെ എക്സാം അറ്റൻഡ് ചെയ്യുകയാണ്. ഇന്ന് ഈ നിമിഷം ഞങ്ങൾക്ക് രക്ഷിതാക്കളോടാണ് സംസാരിക്കാനുള്ളത്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ അവർ സമാധാനത്തോടെ, സന്തോഷത്തോടെ, ഐശ്വര്യത്തോടെ പരീക്ഷകൾ എഴുതുകയാണ്. ഇതിനുശേഷം അയാളുടെ 5:30 അവർ തിരിച്ച് നമ്മളുടെ അടുത്തേക്ക് തിരിച്ചെത്തിച്ചേരും. എന്താണ് നമുക്ക് അവർക്ക് നൽകാനുള്ളൊരു സന്ദേശം ടീച്ചർ? നമുക്ക് ഏറ്റവും ആദ്യം പറയാനുള്ള ഒരു കാര്യം, നമുക്ക് അവരെ പോലെ തന്നെ നല്ല ആങ്സൈറ്റിയും ടെൻഷനും ഉത്കണ്ഠയും, എങ്ങനെയാണ് അഡ്മിഷൻ, എന്താകും, പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് ഉത്കണ്ഠകൾ നമുക്കുണ്ട്. എല്ലാം ശരിയാണ്. പക്ഷെ എങ്കിലും കുഞ്ഞ് പരീക്ഷ എഴുതി കഴിഞ്ഞ് വരുമ്പോൾ ആദ്യം എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ എന്ന് ചോദിക്കുന്നതിന് പകരം ഒന്ന് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ടൊന്ന് കുഞ്ഞിനെ ഒന്ന് നന്നായിട്ട് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തതിന് ശേഷം ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി. തീർച്ചയായിട്ടും അവരെ ഏറ്റവും മോസ്റ്റ് ഫാമിലി ആയിട്ട് വെൽക്കം ചെയ്യുക എന്ന് തിരിച്ച് നമ്മുടെ ഈ സമൂഹത്തിലോട്ട് അവരിനി ഇറങ്ങാൻ പോവുകയാണ്. അവർ ധാരാളം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം, കഠിന പ്രയത്നം ചെയ്തിട്ടുണ്ട്, സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്, അവർക്ക് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, അതിനു വേണ്ടിയിട്ട് അവർ നന്നായിട്ട് പ്രയത്നിച്ചുമുണ്ട്. ഇനി തിരിച്ചിറങ്ങുമ്പോൾ അവരുടെ ഉള്ളിലുള്ളൊരു പേടി എന്ന് പറയുന്നത് ഒരിക്കലും MBBS എന്ന് പറയുന്നതോ ഗവൺമെൻറ് ഡോക്ടർ കിട്ടുമെന്നൊന്നും അല്ല. എങ്ങനെ ഞാൻ ഈ സമൂഹത്തെ ഫേസ് ചെയ്യും, എന്നെ ഞാൻ തോറ്റുപോയ ഒരാളാണെന്നാണോ, അല്ലെങ്കിൽ മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ തോറ്റുപോയോ എന്നുള്ളതൊക്കെയാണ് ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ആദ്യത്തെ ആവലാതി. അവർ ഈ സമൂഹത്തിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ, തിരിഞ്ഞ് ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ എന്താണ് നാം അവർക്ക് കൊടുക്കേണ്ട ഒരു മെസ്സേജ്? അതാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. അതെ സാർ, തീർച്ചയായിട്ടും സാറ് പറഞ്ഞ പോലെ അവർ ഈ ഒരു വർഷം പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതുന്നത് വരെ ഒരുപക്ഷെ ഏത് മെഡിക്കൽ കോളേജിൽ കിട്ടും, റാങ്ക് എന്താകും എന്നാണ് ചിന്തയെങ്കിൽ, പരീക്ഷ കഴിഞ്ഞ ഫൈനൽ OMR കൈമാറിയതിനു ശേഷം അവരുടെ മുഖത്ത് തെളിഞ്ഞു വരുന്ന ആദ്യത്തെ ചിന്ത ഒരുപക്ഷെ രക്ഷിതാക്കളുടെ തന്നെ ആയിരിക്കും. അവിടുന്ന് ഇച്ചിരിയെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ രക്ഷിതാക്കളോട് എന്ത് പറയും, അവരെന്ത് വിചാരിക്കും, എന്തെല്ലാം പ്രതീക്ഷകളാണ്. നാളെ വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടുകാർ മറ്റു ഒരുപാട് പേര് വിളിച്ച് ഫോൺ ചെയ്ത് ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷയെന്ന്. അവരോട് ഞാൻ എന്ത് പറയും? അല്ലെങ്കിൽ സിബ്ലിങ്സ് മെഡിക്കൽ കോളേജിലുണ്ട്, ഞാൻ എന്തേ അവരെ പോലെ എത്തിയില്ല? അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും പരീക്ഷ എഴുതി കഴിഞ്ഞു വരുന്ന ഒരു കുട്ടിയുടെ മനസ്സിൽ ആദ്യം എത്തുക. അത് അവർ ഗേറ്റിനടുത്ത് എത്തുമ്പോൾ ഒരു പക്ഷേ ഒരിക്കൽ പോലും നിങ്ങളുടെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും അത് അവരോട് കാണിക്കരുതെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആദ്യമേ പറയാനുള്ളത്. എന്ത് ഉത്കണ്ഠയുണ്ടെങ്കിലും അത് നമ്മൾ തൽക്കാലം മനസ്സിലൊതുക്കി അവരോടൊന്നും ചോദിക്കാതിരിക്കുക. പരീക്ഷ എളുപ്പമുണ്ടായിരുന്നു എന്ന് അവർ പറയുമ്പോൾ നമുക്ക് കേൾക്കാം, ഇനി എളുപ്പമില്ല അമ്മ, ഒന്ന് തെറ്റിപ്പോയി, ഞാൻ അത് കണ്ടില്ല, എനിക്ക് ഒരു അബദ്ധം പറ്റി എന്ന് പറയുമ്പോൾ ഏറ്റവും ആത്മസംയമനത്തോടെ സാരമില്ല മക്കളെ, അത് കുഴപ്പമില്ലടാ എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഈ ഒരു സമയത്ത് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ എക്സാം ഹാളിന്റെ പുറത്ത് എവിടെയായാലും അതിനുള്ള ഒരു ധൈര്യവും ആത്മനിയന്ത്രണവുമാണ് ഈ സമയത്ത് നിങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കേണ്ടത്. കാരണം അവര് ഏതാണ്ട് 3 മണിക്കൂർ 20 മിനിറ്റ് എക്സാം ഹാളിൽ ചിലവഴിച്ച് വെള്ളം പോലും ഒരുപക്ഷെ കുടിച്ചിട്ടുണ്ടാവില്ല, ആഹാരം കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പം നമുക്കവരെ സ്വീകരിക്കേണ്ടത് വെള്ളം കുടിക്കാനുള്ള അനുവാദം കൊടുക്കണം, നന്നായിട്ട് വെള്ളം കുടിക്കണം, ചെറിയ ലഘുപദാർത്ഥങ്ങൾ, വലിയൊരു ഭക്ഷണത്തിലോട്ട് പോകരുത്. ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ലഘുഭക്ഷണം കഴിച്ചിട്ട് തന്നെ നമുക്ക് വൈകുന്നേരം സാവകാശം നമുക്ക് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ഭക്ഷണം കഴിക്കാം. അപ്പം നമ്മുടെ ചർച്ചകൾ എക്സാമിനെ കുറിച്ചോ തെറ്റിപ്പോയതിനെക്കുറിച്ചോ ദയവായിട്ട് ആദ്യത്തെ 1 മണിക്കൂറെങ്കിലും നിങ്ങൾ ചർച്ച ചെയ്യരുത്. നമുക്ക് സാവകാശം ആലോചിച്ചിട്ട് നമുക്ക് ഏറ്റവും നല്ലൊരു തീരുമാനത്തിലെത്താൻ ഇനിയും 3 മാസത്തോളം സമയം നമുക്ക് മുമ്പിലുണ്ട്. എന്താണ് എടുക്കേണ്ടത്? ഗവൺമെൻറ് മേഖലയാണോ, സ്വകാര്യ മേഖലയാണോ, മെഡിക്കലിനൊക്കെ അപ്പുറത്തുള്ള സാധ്യതകൾ എന്താണെന്നുള്ളത് ചർച്ച ചെയ്യാൻ മറ്റൊരവസരം നമുക്കുണ്ട്. അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് ആദ്യം. നിങ്ങൾക്കതുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം, കാരണം ഞങ്ങളെക്കാളും എക്സ്പീരിയൻസ്ഡ് ആണ്, നിങ്ങൾക്കതറിയാം. പക്ഷെ ഒരു ഓർമ്മപ്പെടുത്തൽ, മറ്റുള്ള എല്ലാ ഓർമ്മപ്പെടുത്തലിനുമൊപ്പം ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് ഇന്നും ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. മറ്റൊരു കാര്യം, നമുക്കറിയാം നമ്മളുടെ ഉള്ളിൽ ഒരു പേടിയുണ്ട്. കാരണം ഗവൺമെൻറ് മേഖല അല്ലെങ്കിൽ വലിയൊരു സാമ്പത്തിക ബാധ്യതയിലോട്ട് നമ്മൾ പോകുമോ, ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്, എൻ്റെ കുട്ടി എത്രത്തോളം നാളായിട്ട് ആഗ്രഹിച്ചതാണ്, അല്ലെങ്കിൽ അവൾ ആഗ്രഹിച്ചതിൻ്റെ പുറത്ത് ഞാൻ അവൾക്ക് ചെയ്തു കൊടുത്തതാണ് എന്നീ ആകുലതകൾക്കൊക്കെ അപ്പുറത്ത് ഏറ്റവും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഈ സമൂഹത്തിൽ എല്ലാവർക്കും സ്വന്തം കാലിൽ നിൽക്കുവാനും വിജയിക്കുവാനുള്ള ധാരാളം സ്പേസുകൾ, സാധ്യതകൾ നമുക്ക് മുമ്പിൽ ഉണ്ട് എന്നുള്ളതാ തുറന്ന ചർച്ചകൾ തന്നെയാണ്. അവരെ കൊണ്ട് തീരുമാനമെടുപ്പിക്കണം.
അവരെ കൊണ്ട് വേണം കോളേജുകളും കോഴ്സുകളും ജീവിത സാഹചര്യങ്ങളും ഒക്കെ വിലയിരുത്താനായിട്ട്. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതനുസരിച്ച്, നമ്മളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കഴിവിനനുസരിച്ച് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുത്ത പാതയിലൂടെ തന്നെ ആവട്ടെ അവരുടെയും സഞ്ചാരം. അപ്പം ആ വഴിയിലേക്കുള്ള ചർച്ചകളുടെ ആരംഭം മാത്രമേ ദയവായിട്ട് ഇന്ന് തുടക്കത്തിലുള്ളാകുള്ളൂ. കാരണം ആവലാദികൾക്കും പരിഭവങ്ങൾക്കും ഒക്കെ സാർ ഇന്നൊരു ദിവസം അവര് മാറ്റി വെക്കട്ടെ. ഒന്നും നമുക്ക് 3 മാസം ഉണ്ട് സമയം. നാളെ മുതൽ നമുക്ക് ചർച്ച ആരംഭിക്കാം. ഇന്നൊരു ദിവസം അവർ സമാധാനമായിട്ട് ഉറങ്ങട്ടെ. അവർക്ക് നഷ്ടപ്പെട്ട രാവുകൾ, ഒരുപാട് രാവുകൾ, കാരണം ഞങ്ങൾക്കറിയാം, ഞാനും സാറും ഒക്കെ കാണുന്നതാണ്. അത് ഈ സമയത്ത് ഞങ്ങൾ വരുന്ന സമയത്ത് പോലും ഏറ്റവും അടുത്ത സെന്ററിൽ പരീക്ഷ എഴുതുന്ന കുട്ടികൾ ഇവിടെ നടന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ മാറ്റിവെച്ച ആഘോഷങ്ങളും അവർ മാറ്റിവെച്ച ആഘോഷ രാവുകളും അവരുടെ സ്വപ്നങ്ങളും എല്ലാം മാറ്റിവെച്ചിട്ട് ഒരുപക്ഷെ അച്ഛനെ കാണണം അമ്മയെ കാണണം എന്ന് തോന്നിയപ്പോഴൊക്കെ കുഴപ്പമില്ല പഠിക്കാം എന്ന് മാറ്റിവെച്ച് നിന്നവരാണ്. അവർ പലപ്പോഴും ആ കല്യാണത്തിന് പോയില്ല, അല്ലെങ്കിൽ അവരെ കണ്ടില്ല, ബന്ധുക്കളെ കണ്ടില്ല എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നവരുമാണ്. അപ്പോൾ അവരെ എല്ലാം മാറ്റിവെച്ച ഈ ഒരു ദിവസം, ഇന്നത്തെ ദിവസം അവർ തിരിച്ചിറങ്ങി വരുമ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് അവരെ സ്വീകരിച്ച്, സാറ് പറഞ്ഞ പോലെ വന്ന ഉടനെ എന്തെങ്കിലും ലഘുഭക്ഷണം കൊടുത്തതിന് ശേഷം അവർക്ക് നന്നായിട്ട്, കാരണം പല കുട്ടികളും ശരിക്കും പറഞ്ഞ ഒരു സ്റ്റാർവ് ചെയ്തിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണമൊക്കെ കൊടുത്ത് അവർ നന്നായിട്ട് ഇന്നൊന്ന് കിടന്ന് ഉറങ്ങട്ടെ. നാളെ തൊട്ടുള്ള രാവുകളിലും അല്ലെങ്കിൽ ദിവസങ്ങളിലും നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അതൊരു ഹെൽത്തി ഡിസ്കഷൻ ആയിക്കോട്ടെ. സാർ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിന്റെ അകത്തളത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നമുക്ക് അവരുടെ സാധ്യതകൾ മനസ്സിലാക്കി, ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. അത് എന്താണെന്ന് എക്സ്പ്ലോർ ചെയ്ത്, എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞിരുന്ന വീഡിയോകളിലെല്ലാം തന്നെ അതുണ്ട്, ഏത് കോഴ്സ് എന്താണ് എങ്ങനെയാണ് അതൊക്കെ ഒന്ന് കണ്ട് അതിലൂടെയൊക്കെ ഒരു സഞ്ചാരം നടത്തി കുഞ്ഞിനെ ഏറ്റവും ആപ്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കി അവന്റെ കംഫർട്ടിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷെ അത് പരീക്ഷ കഴിഞ്ഞ് വന്നാൽ ഉടനെ തന്നെ ഇത്രയും തെറ്റിച്ചോ, ഇത്രയും മാർക്കോ ഉള്ളോ, ഇനി MBBS കിട്ടില്ല, ഇനി നീ എന്തിനു പോകും എന്ന് ഇന്ന് നമുക്ക് ചോദിക്കണ്ട. നാളെ തൊട്ടുള്ള ദിവസങ്ങൾ നമുക്ക് ചോദിക്കാം. കാരണം ഇന്നത്തെ ദിവസം അവന്റെ ഏറ്റവും വലിയ പേടി, ആ പേടിയാണ് നമ്മൾ ആദ്യം ഒന്ന് ഓവർകം ചെയ്യേണ്ടത്. അവനെ ഒരിക്കലും സ്ട്രെസ്ഡ് ആക്കാതിരിക്കാം. നമുക്കറിയാം പാരന്റ്സ് ഇത് തന്നെ ചെയ്യും എന്നറിയാം. എങ്കിൽ പോലും തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ സാറ് 720 തൊട്ട് വന്നത് തൊട്ട് ഓരോ കാര്യങ്ങളിലും ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുന്ന പോലെ തന്നെ നിങ്ങളോടും ഒരു ഓർമ്മപ്പെടുത്തലാണ്. കാരണം പല സമയത്തും നമ്മൾ ടെൻസ്ഡ് ആവുമ്പോൾ, നമ്മൾ സ്ട്രെനുവസ് ആവുമ്പോൾ അറിയാതെ വീണു പോകുന്ന വാക്കുകൾ ഒരുപക്ഷെ നമുക്കത് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കുഞ്ഞിന്റെ മനസ്സിൽ ആഴത്തിലൊരു മുറിവുണ്ടാക്കും. അവൻ വളരെ വലിയൊരു കുഴിയിലേക്ക് വീണുപോയാൽ നമുക്കൊരു അഡ്മിഷൻ അല്ല പ്രധാനം, അവനെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റ് ഉണ്ടാകാതിരിക്കാനാണ് ശരിക്കും ഈ ഒരു ഓർമ്മപ്പെടുത്തൽ. കാരണം ഇവിടെ നമുക്കറിയാം, നമുക്ക് പ്രവേശന സാധ്യതകളെ ഒന്നും നമുക്ക് ഇന്നോ നാളെയോ ഒന്നും വിലയിരുത്താനാവില്ല. ഗവൺമെന്റ് മേഖലയിലോട്ട് എത്രയോ കോളേജിലോട്ട് പോകാൻ സാധിക്കും. ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ, 1-2 ക്വസ്റ്റ്യനുകൾ തെറ്റിപ്പോയാൽ ഒന്നും ഒരു സാധ്യതകളും ഇല്ലാതാവുന്നില്ല. നമുക്ക് ഗവൺമെന്റ് മേഖലയിൽ കേരളത്തിലോ കേരളത്തിന് പുറത്തോ ഒക്കെ എടുക്കാനുള്ള ധാരാളം കോളേജുകളും 110ഓളം മെഡിക്കൽ കോളേജുകളാണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത്. അപ്പം സീറ്റുകളുടെ കാര്യത്തിലോ അലോട്ട്മെന്റുകളുടെ കാര്യത്തിലോ ഒന്നും നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. ഏറ്റവും കൃത്യമായിട്ടുള്ള കോളേജുകളിലും കോഴ്സുകളിലും ഒക്കെ നമുക്ക് ചെന്ന് ചേരുകയും ചെയ്യാം. അപ്പം ഇന്നത്തെ ദിവസം ഏറ്റവും നല്ലത് പറഞ്ഞാൽ ആദ്യം തിരിച്ചിറങ്ങി വരുമ്പോൾ അവരെ ഒന്നൊരു കൈ പിടിച്ച് ഏറ്റവും നല്ലൊരു ഹഗ് ചെയ്ത് അവർക്ക് വേണ്ട ഒരു റെസ്റ്റ്, ഒരു ഏറ്റവും നല്ല സമാധാനത്തോടെ ഒരു സൗഹാർദ്ദമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുപോകുക. എന്റെ ഒപ്പം ഉണ്ടെന്നൊരു തോന്നൽ അവന് ഉണ്ടായി കഴിഞ്ഞാൽ എത്ര പ്രോബ്ലം ഉണ്ടെങ്കിലും എങ്ങനെ റിസൾട്ട് പോയാലും അവനത് പിടിച്ചു നിൽക്കും. അപ്പൊ ആ ഒരു തോന്നൽ ആദ്യം ആ ഒരു ഹഗ്ഗിലാണ് അവന് കിട്ടേണ്ടത്. കാരണം അവർ കൃത്യമായിട്ട് തയ്യാറെടുത്തിട്ടുണ്ടെന്ന് ഈ വർഷം ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഇന്നലെ പറഞ്ഞതുപോലെ ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഈ സമയവും നിങ്ങളോടൊപ്പം വിനിയോഗിക്കുന്നത്. കാരണം തിയറി ഏറ്റവും നന്നായിട്ട് പഠിക്കാനുള്ള സമയം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്വസ്റ്റ്യനുകൾ എല്ലാ മേഖലയിലുമുള്ള എല്ലാ പാറ്റേണിലുമുള്ള ക്വസ്റ്റ്യനുകൾ നമ്മൾ ധാരാളം പരീക്ഷകളിലൂടെ അവർ കടന്നു പോയിട്ടുണ്ട്. അപ്പം അവർ കാണാത്ത ഒരു ചോദ്യങ്ങളും ഇപ്പം അവരുടെ കൺമുമ്പിലില്ല. എല്ലാം കണ്ടത് തന്നെയാണ്. അത് ഏറ്റവും ശ്രദ്ധയോടുകൂടി അവർക്കത് OMRലോട്ട് പകർത്താൻ സാധിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ ഈ ഒരു സമയവും നമുക്ക് അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ അവരെല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണ്, എല്ലാം ഓക്കെയാണ്. എങ്കിൽ പോലും എവിടെയെങ്കിലും ഒരു എറർ പറ്റിപ്പോയാൽ, എന്തെങ്കിലും കാര്യത്തിൽ ഒരു എറർ സംഭവിച്ചുവെന്ന് അവർ നിങ്ങളെ അറിയിക്കുന്ന നിമിഷം, ഇത്രയും വീഡിയോ കണ്ടതല്ലേ, അല്ലെങ്കിൽ ഇത്രയും ഞങ്ങൾ പറഞ്ഞതല്ലേ, ഇത്രയും അവർ പറഞ്ഞതല്ലേ എന്ന് ഇന്ന് നമുക്ക് കുറ്റപ്പെടുത്താതിരിക്കാം. അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് ആ എറർ ഇനി വരാതിരിക്കാൻ നമുക്ക് നോക്കാം. പക്ഷെ അതിനൊരു സമയം കൊടുക്കാം. ഒരു 2 ദിവസം, അറ്റ്ലീസ്റ്റ് ഇന്നൊരു ദിവസം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാം. ചിലപ്പോൾ കുഞ്ഞുങ്ങളാണ് ഈ ഒരു സമയം
സമയത്ത് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ആ ഒരു സമയത്ത് ആ എക്സാം ഹാളിൽ ആ ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് അവൻ്റെ മാനസികാവസ്ഥ നമുക്ക് എങ്ങനെയായിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് തന്നെ നടക്കണം. അത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. എങ്കിൽ കൂടി ഇറങ്ങി വരുന്ന കുഞ്ഞ് എന്തെങ്കിലും ഒരു നെഗറ്റീവ് അങ്ങനെ പറ്റിപ്പോയി അമ്മേ അല്ലെങ്കിൽ അച്ഛാ ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞാൽ ഇതിനാണോ നിന്നെ വിട്ടതെന്ന് പറഞ്ഞ് നമ്മൾ എക്സ്പ്ലോഡ് ചെയ്യുന്നതിന് പകരം സാരമില്ല മോനെ, നമ്മൾ ഉള്ളിൽ കരഞ്ഞായാലും നമുക്ക് ഒത്തിരി വിഷമം വന്നായാലും സാരമില്ല മോനെ സാരമില്ല എന്ന് പറഞ്ഞ് അവനെ ഒന്ന് ആശ്വസിപ്പിക്കാം. കാരണം അവിടെ കിട്ടുകില്ലെന്നോ കിട്ടുകയെന്നോ ഒന്നും നമുക്കിപ്പോൾ പറയാറായിട്ടില്ല. അതുകൊണ്ടാണ്, കാരണം നമുക്ക് എല്ലാവർക്കും നീറ്റ് കിട്ടില്ലെന്നോ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോകുന്നൊന്നും അല്ല. എല്ലാം നമുക്ക് സാവധാനത്തിൽ ആലോചിക്കാനുള്ള സമയമുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. അവർക്ക് പല ന്യായീകരണങ്ങളും പറയാനുണ്ടാവും. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ തന്നത് താമസിച്ചാണ്, അല്ലെങ്കിൽ ക്ലോക്കില്ലായിരുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടു എന്നൊക്കെ പറയും. അതിനെ ഏറ്റവും സമചിത്തതയോടെ നേരിടണം. നാം അവിടെ എന്താണ് നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാനുണ്ടോ, എക്സാമിനറൊക്കെ എന്തെങ്കിലും നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടോ, അവിടെ നമ്മൾ ഏറ്റവും എഫക്റ്റീവായിട്ട് മാത്രമേ നമ്മൾ ഇടപെടാവുള്ളൂ. നമ്മൾ ചാടിക്കയറി ഉടനെ നമ്മൾ കേസ് കൊടുത്തേക്കാം, അല്ലെങ്കിൽ ആ എക്സാമിനോട് ചൂടാകാം, അല്ലെങ്കിൽ ആ NTA സൂപ്പർവൈസറോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം എന്നുള്ളതൊക്കെ നിങ്ങൾ ഏറ്റവും സമാധാനത്തോടെ വരട്ടെ, നോക്കാം എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം എന്നുള്ളതൊക്കെ. ഇനി എവിടെയെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ് താമസിച്ചായിരിക്കാം ചിലപ്പോൾ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ബെല്ലടിക്കാൻ താമസിച്ചു പോയി കാണാം, അല്ലെങ്കിൽ കൃത്യം 5:20 തന്നെ മേടിച്ച് കാണാം. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകാതിരിക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഉടനെ നമ്മൾ ഒരു കാരണം പറയുകയും ചെയ്യും. പക്ഷേ നമ്മൾ ഉടനെ അതിന് പ്രതികരണവുമായിട്ട് ഇറങ്ങരുത്. നമ്മൾ ആലോചിച്ച് സാവകാശം ചെയ്യാമെന്ന് പറയുക. പക്ഷേ വളരെ ജെന്യുവിനായിട്ടുള്ളൊരു കാരണമാണെങ്കിൽ, നമ്മുടെ കുട്ടിക്ക് എക്സാം എഴുതാൻ മേലാത്തത്ര എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ, നിങ്ങൾ എക്സാം സെൻറ്റർ വിടുന്നതിന് മുമ്പ് വൈറ്റ് പേപ്പറിൽ അതിൻ്റെ കാരണം എഴുതി ആ എക്സാമിനറിനെ കൊടുത്ത് അത് സൈൻ ചെയ്യിച്ച് അതിൻ്റെ ഒരു കോപ്പി നമ്മുടെ കൈകളിലും വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൊരു അതിൻ്റെ റിപ്പോർട്ടിങ്ങുമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് മറ്റൊരവസരത്തിൽ NTA അത് ഫോർവേഡ് ചെയ്യണമെങ്കിലോ മറ്റൊരു ഏജൻസിക്ക് അത് കൊടുക്കണമെങ്കിലോ ഒക്കെ നമ്മുടെ ഒരു തെളിവുണ്ടാവണം. അപ്പം വളരെ ജെന്യുവിനായിട്ട് നമുക്ക് എക്സാമിനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഏതെങ്കിലും ഒരു സെൻറ്ററിൽ നടന്നെന്ന് റിപ്പോർട്ട് ചെയ്താൽ, നിങ്ങൾ ആ എക്സാം സെൻറ്റർ വിടുന്നതിന് മുമ്പ് കൃത്യമായിട്ടൊരു തെളിവ് എഴുതി, കുട്ടിയുടെ പേരും റോൾ നമ്പറും ആപ്ലിക്കേഷൻ നമ്പറും എല്ലാം എഴുതി, വളരെ ലെജിബിളായിട്ട് എഴുതി ആ എക്സാമിനറെ കൊണ്ട് കൊടുക്കുകയും പറ്റുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സൈനോട് കൂടി അതിൻ്റെ ഒരു കോപ്പി നമ്മുടെ കയ്യിലും വെച്ചിട്ട് വേണം അതിൻ്റെ കംപ്ലൈൻറ്റ് ആ സൂപ്പർവൈസർക്ക്, ആ എക്സാമിനർക്ക് അവിടെ കൊടുത്തിട്ട് പോരാനായിട്ട്. പക്ഷേ 99% ഞാൻ പറഞ്ഞു വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം സംഭവിക്കുന്നത്. അതിനെ അതിൻ്റേതായ രീതിയിൽ കണ്ട് ഏറ്റവും നല്ല ഒരു ഹെൽത്തി അന്തരീക്ഷത്തിലൂടെ തന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ വീടുകളിലോട്ട് എത്തേണ്ടതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ നമ്മൾ ഏറ്റവും പക്വതയോടെ കാര്യങ്ങളെ സമീപിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കുഞ്ഞ് സത്യമേ പറയൂ, നമുക്കറിയാം എല്ലാം ഓക്കെയാണ്, എങ്കിൽ പോലും ഒരു സെക്കൻഡ് വൈകിയാലും പെട്ടെന്ന് ഇത്രയും വലിയൊരു പരീക്ഷ എഴുതി അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സിലൂടെ ഇറങ്ങി വരുന്ന കുട്ടി പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങളത് കൃത്യമായി എന്താണെന്ന് മനസ്സിലാക്കി ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ മെച്യൂരിറ്റിയോടെ ഏറ്റവും പക്വതയോടെ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് ഇപ്പോൾ ഓർക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം. കാരണം അവിടെ നമുക്ക് നെഗറ്റീവായിട്ട് ഒന്നും ഉണ്ടാവില്ല. സാധാരണ ഒരു പരീക്ഷ എഴുതുമ്പോൾ തിരിച്ചു വരും. ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ അനലൈസേഷൻ ചെയ്യേണ്ടതുണ്ട്. മാർക്ക് എത്രയാണ് കിട്ടുന്നത്, എത്രയാണ് കട്ട് ഓഫ് കിട്ടുന്നത്. 3 ആഴ്ചയ്ക്ക് ശേഷം നമ്മുടെ OMR തന്നെ നമുക്ക് കാണാം. നമ്മുടെ കുട്ടിയുടെ OMR തന്നെ നമുക്ക് 3 ആഴ്ചകൾക്ക് ശേഷം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒഫീഷ്യൽ ആൻസർ കീ കാണാനായിട്ട് സാധിക്കും. ജൂൺ 14 നീറ്റ് റിസൾട്ട് വരുന്നു. ജൂൺ അവസാന വാരം കേരള മെഡിക്കൽ റിസൾട്ട് വരുന്നു. ജൂലൈയിൽ നമ്മുടെ അലോട്ട്മെൻറ്റ് സ്ട്രക്ചറൊക്കെ നടക്കുന്നു. അപ്പോൾ നമുക്ക് ഏതാണ്ട് 2 മാസക്കാലത്തോളം സമയം ഇനിയും ഇതിനെല്ലാത്തിനും നമുക്ക് മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇന്ന് അവർ സമാധാനത്തോടെ എക്സാം എഴുതട്ടെ. അതിനുശേഷം നമ്മൾക്ക് അവരോട് പെരുമാറാനുള്ളത് നമ്മൾ ഏറ്റവും കോൺഫിഡൻ്റ് ആണ് നിങ്ങളുടെ കാര്യത്തിൽ എന്നുള്ള രീതിയിൽ തന്നെയാവണം നമ്മളുടെ ചർച്ചകൾ. അതെ, പരീക്ഷ എഴുതി കഴിയുമ്പോൾ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ പറയും ലെവൽ ഭയങ്കര ഈസി ആയിരുന്നു എന്ന് പറയുമ്പോൾ അവിടെയും നിങ്ങൾ മനസ്സിലാക്കുക ഈസി ആകുമ്പോൾ എല്ലാവർക്കും ഈസിയാണ്. അതുപോലെ കുഞ്ഞ് ഇച്ചിരി ഡിഫിക്കൽട്ടി ലെവൽ കൂടുതലുള്ള ക്വസ്റ്റൻ ആയിരുന്നു, ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരുന്നു, ഞാൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതുപോലെ അല്ല എന്ന് പറയുമ്പോഴും നിങ്ങൾ അവിടെ സമചിത്തത കൈവിടരുത്. കാരണം അങ്ങനൊരു ഡിഫിക്കൽട്ടി കുഞ്ഞിന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും എല്ലാവർക്കും ആ ഒരു ഡിഫിക്കൽട്ടി ലെവൽ ഉണ്ടായിരിക്കും. അപ്പോൾ തൽക്കാലം ഇന്ന് സാർ പറഞ്ഞ പോലെ റിസൾട്ട് വരുന്നത് വരെ ആ ഒരു OMR നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഒരു കീ ഒക്കെ വരുന്നത് വരെ കുഞ്ഞിൻ്റെ ഒരു പൊസിഷൻ എന്താണെന്നോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിഫിക്കൽട്ടി ലെവലോ ഒന്നും തന്നെ നമ്മൾ അനലൈസ് ചെയ്ത് ചർച്ച ചെയ്യേണ്ട. ഇനി അങ്ങനെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് ചർച്ച ചെയ്തൊരു സമാധാനം വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ കീ ഒക്കെ ഞങ്ങൾ ഇന്ന് തന്നെ ഇടുന്നുണ്ട്. അത് നോക്കി കുഞ്ഞറിയാതെ അല്ലെങ്കിൽ കുഞ്ഞിനോടൊപ്പം തന്നെ ഏറ്റവും സന്തോഷകരമായിട്ട് നമുക്ക് നാളെയോ മറ്റന്നാളോ ഒക്കെ നോക്കാം. ഈ ഒരു ദിവസം അവർ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നോട്ടെ.
കാരണം നമുക്കറിയാം ഏറ്റവും ഈസി ആയിട്ട് നടക്കുന്ന ഒരു പരീക്ഷ ആണെങ്കിൽ നമുക്ക് കുട്ടി ഏറ്റവും ഇറങ്ങി വരുമ്പോൾ എന്തായാലും പറയുന്നത് വളരെ ഈസി ആയിരുന്നു പറയും. പക്ഷെ നോക്കുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവുകൾ കൂടി പോയേക്കാം. അല്ലെങ്കിൽ വളരെ ഹാർഡാണെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന മാർക്കിനനുസരിച്ച് നമുക്ക് ഏറ്റവും നല്ല റാങ്കുകളായിരിക്കാം കിട്ടുന്നത്. അതുകൊണ്ട് നീറ്റ് 2024 നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും കംഫർട്ടായിട്ടാണ് നടക്കുന്നത്. ഒരു സംശയവും വേണ്ട. നമ്മുടെ കേരളത്തിലെ ആണെങ്കിലും ഇന്ത്യയിലെ ആണെങ്കിലും ഗവൺമെൻറ് മേഖലയിലാണെങ്കിലും സ്വകാര്യ മേഖലയിലാണെങ്കിലും 85% 90% മേഖലകളിലും നമ്മുടെ കുട്ടികൾ തന്നെയാണ് പ്രവേശനം നേടുന്നത്. അതിന് മാത്രം ഏറ്റവും നന്നായി തയ്യാറെടുത്ത ഏറ്റവും നല്ല മിടുക്കരായ മലയാളികളാണ് നമുക്ക് ബ്രില്യൻറ്റിൽ ഉണ്ടായിരുന്നത്. അവരെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഫാക്കൽറ്റികളാണ് ക്ലാസ്സുകൾ എടുത്തിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഒരു എക്സാം പാറ്റേണിലൂടെയാണ് നമ്മുടെ കുട്ടികൾ കടന്നുപോയത്. അപ്പം അതിൽ നമുക്ക് നീറ്റിൻ്റെ വിജയത്തിനെക്കുറിച്ച് നമുക്ക് യാതൊരു ആവലാതികളും വേണ്ട. ഏറ്റവും മികച്ചൊരു വിജയമായിരിക്കും 2024 നമുക്ക് നേടാനുള്ളത്. അതുകൊണ്ട് ഏറ്റവും കംഫർട്ടായിട്ട് പ്രാർത്ഥനകളോടെ, കാരണം അവർക്കിത് അവരെ ആർജിച്ചത് അവർക്ക് കൃത്യമായിട്ട് OMRൽ എഴുതാൻ സാധിക്കട്ടെ. ആ ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ 3 മണിക്കൂറും 20 മിനിറ്റും കഴിക്കാം. കാരണം നമുക്കറിയാം, നമ്മൾ ഒളികണ്ണിട്ട് നോക്കുന്നുണ്ട് നമ്മുടെ കുട്ടി ആ എക്സാമിനകത്ത്, ആ എക്സാം ഹാളിനകത്ത് എത്രയോ വ്യബുതയോടുകൂടിയാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വായിക്കുന്നത്, ആ OMR നോക്കുന്നതെന്ന് നമ്മൾ ആകാംക്ഷയോടെ നമ്മൾ എത്തി നോക്കുന്നുണ്ട്. അതൊക്കെ നല്ലതാണ്. പക്ഷേ അതിനപ്പുറത്ത് അവരുടെ ഹൃദയത്തിനുള്ളിലൂടെ കടന്നു പോകുന്ന വികാരങ്ങളെ, മനോവികാരങ്ങളെ കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും റിപ്പീറ്റ് ചെയ്യാനെടുത്ത തീരുമാനം കുട്ടിയുടേതായിരുന്നു, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാനെടുത്ത തീരുമാനം അവളുടേത് തന്നെയായിരുന്നു, അല്ലെ അവൻ്റേത് തന്നെ ആയിരുന്നു. എന്നിട്ട് എന്തേ എന്നൊരു ചോദ്യം ഒരു നമ്മുടെ മുഖഭാവത്തിൽ പോലും നമ്മളിൽ ഉണ്ടാവാതിരിക്കട്ടെ. ഏറ്റവും കംഫർട്ടായിട്ട് നമുക്ക് അവരെ ഈ സമൂഹത്തിലേക്ക് വളർത്തിക്കൊണ്ട് വരേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഇന്നലെ പിരിഞ്ഞ കുട്ടികളെല്ലാം തന്നെ പറഞ്ഞ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ്, കാരണം അവരുടെ മറ്റൊരു വീട് തന്നെയായിരുന്നു ബ്രില്യൻറ്റ്. ഞങ്ങളുടെ ഹോസ്റ്റലുകളും ഞങ്ങളുടെ ക്ലാസ് റൂമുകളും എല്ലാം അവർക്ക് ഏറ്റവും നല്ലൊരു ഇനിയൊരു ജീവിത വിജയത്തിൽ ഏത് മേഖലയിലാണെങ്കിലും ഏറ്റവും വലിയൊരു വിജയം തന്നെ. എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് മേഖലയിൽ പോയി കഴിഞ്ഞാലും എങ്ങനെയാണ് ഒരു സബ്ജക്റ്റ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു പരീക്ഷയെ അപ്രോച്ച് ചെയ്യേണ്ടത്, എത്രയൊക്കെയാണ് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക, സിസ്റ്റമാറ്റിക്കായിട്ടൊരു ബിസിനസ് കൊണ്ടുപോവുക, നല്ലൊരു ബിസിനസ്സിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, അതിൻ്റെ മാനേജ്മെൻറ്റ് എന്തായിരിക്കും അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നൊക്കെ വ്യക്തമായിട്ട് ആ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ട്. സോ ഞങ്ങൾ ഇവിടെ നിങ്ങളെല്ലാവരും അവിടെ പ്രാർത്ഥനയോടെ ഇരിക്കും പോലെ ഇവിടെ ഒരു കുടുംബം ഞങ്ങളെല്ലാവരും തന്നെ അതേ ആകുലതയോടെ, അതേ വെപ്രാളത്തോടെ, അതേ പ്രാർത്ഥനയോടെ ഞങ്ങളെല്ലാവരും ഇവിടെ കാത്തിരിക്കുന്നുണ്ട്, നമ്മുടെ മക്കളെയും കാത്ത്. അപ്പോൾ അവർ വരുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷത്തോടെ, ഏറ്റവും സ്നേഹത്തോടെ അവരെ സ്വാഗതം ചെയ്യാം. ഒരു ഹഗ്, ഒരു പുഞ്ചിരി, അത് അവരുടെ നിശ്വാസങ്ങളിലേക്ക്, അവരുടെ നിശ്വാസങ്ങൾ നമുക്ക് ഏറ്റുവാങ്ങാം. തൽക്കാലം നമ്മുടെ വികാരങ്ങളും നമ്മുടെ വിചാരങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലൊതുക്കി ഇന്നത്തെ ഒരു ദിവസം അവരുടെ വികാരങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. ഞങ്ങൾ ഈ ബ്രില്യൻ കുടുംബാംഗങ്ങളും അതേ പ്രാർത്ഥനയോടെ, അതേ ആകുലതയോടെ ഇവിടെ അവർക്കായി കാത്തിരിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം. നമുക്ക് ഇന്ന് തന്നെ വീണ്ടും നമുക്ക് ലൈവ് സെഷനുകളുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യനുകളെ അനലൈസ് ചെയ്യുന്നുണ്ട്. എക്സാം കഴിഞ്ഞിട്ട് ഏതാണ്ട് അരമണിക്കൂറിൽ തന്നെ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. അതൊക്കെ ഏറ്റവും ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാനുള്ള ഒരു സന്ദേശം മാത്രമാണ് ഈ സമയത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. വീണ്ടും നമുക്ക് വൈകുന്നേരം ഒരുമിച്ച് ജോയിൻ ചെയ്യാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.